നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് ഈ വീഡിയോയുമായി എത്തുന്ന ഒരു പ്രധാന കാര്യം അറിയിക്കാൻ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായത്. ഇതുമായി ബന്ധപ്പെട്ട് നടിയും സംവിധായികമായ രേവതി തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം പങ്കുവച്ചിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേവതി WCC എന്ന സംഘടനയുടെ തലപ്പത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. WCC രൂപീകരണം മുതൽ ഇന്ന് വരെ WCCയിൽ ആക്റ്റീവായി നിൽക്കുന്ന രേവതി ഇത്തരം ഒരു കുറിപ്പ് എഴുതിയപ്പോൾ അത് പല രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. രേവതി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് രേവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു ഇന്നലെ. ഇന്നലെ എന്ന് വെച്ചാൽ അയോധ്യയിൽ പ്രതിഷ്ഠ നടന്ന ദിവസമാണ് ഇന്നലെ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹിന്ദുവായി ജനിച്ചതിനാൽ നാം നമ്മുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റു വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വാസികളാണ് എന്നും ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഇന്നലെയാണെന്നും രേവതി പറഞ്ഞു. അപ്പോൾ ഇത്രയും നാളും രേവതിക്ക് വിശ്വാസമില്ലായിരുന്നു. രേവതിയോടുള്ള ചോദ്യമാണ്, ഇത്ര നാളും രേവതി ഒരു വിശ്വാസിയായിരുന്നില്ലേ, ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വിളിച്ചു പറയാൻ തോന്നിയെന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളൊന്നും വ്യക്തമാക്കാത്ത നടിയായിരുന്നു രേവതി. ഇതുവരെ ഒരു രാഷ്ട്രീയ നിലപാടും വ്യക്തമാക്കിയിരുന്നില്ല. കാരണം ഒരു ലെഫ്റ്റ് ചിന്താഗതി ആയിരുന്നു എന്ന് WCCയിലായപ്പോൾ തന്നെ ലെഫ്റ്റ് ചിന്താഗതിയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നായിരുന്നു രേവതിയെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ നിലപാട് ഇപ്പോൾ WCCയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച WCCയുടെ തലപ്പത്തിരിക്കുമ്പോൾ ഇത്തരം ഒരു നിലപാടെടുത്തുമ്പോൾ WCCക്ക് ഇതിനെക്കുറിച്ചൊന്ന് പ്രതികരിക്കാൻ പോലും എല്ലാ കാര്യത്തിനും ഫേസ്ബുക്കിലൂടെയും അവരുടെ പേജിലൂടെയും പ്രതികരിക്കുന്ന WCC ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഒന്ന് രണ്ട് പേരുകൾ മാത്രം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. നടിമാരായ പാർവതി തിരുവോത്തും റീമ കല്ലുങ്ങളും കൃത്യമായി പ്രതികരണം നടത്തി. ദിവ്യപ്രഭ, കനി കുസൃതി, അതോടൊപ്പം തന്നെ സംവിധായകനായ ആഷിഖ് അബു, ഇവരാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ വ്യക്തമായ. ജിയോ ബേബിയും ഇതിനൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവരുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഒരു പ്രതികരണം നടത്തിയത്. ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ച് അയോധ്യ വിഷയത്തിലെ തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു ഇവർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നു. WCC എന്ന സംഘടനയ്ക്ക് ഒരു നിയമാവലി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു ബയലോ ഉണ്ടോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉന്നയിക്കണം. കാരണം ബയലോ ഉണ്ടെങ്കിൽ WCCക്ക് ഒരു നിലപാടെടുക്കാൻ കഴിയും. അത്ര ഒരു ബയലോ ഉള്ളതായിട്ട് നമുക്കറിയില്ല. കാരണം ബയലോ ഉണ്ടെങ്കിൽ 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ട്. അത്തരം രീതികളൊന്നും WCC ചില കാര്യങ്ങൾ പ്രതികരണവുമായി വരാറുമുണ്ട്. അത് നമുക്കറിയാം, താരസംഘടനയുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതികരണവുമായി രംഗത്ത് വന്നു. മോഹൻലാൽ എന്ന നടി എന്ന് വിളിച്ചതിൽ ഇവർ പ്രതികരണമായി വാർത്താസമ്മേളനം നടത്തു. പിന്നീട് അങ്ങേരെന്ന് വിളിച്ചുകൊണ്ട് ഇവർ വാർത്താസമ്മേളനം നടത്തിയ ഒരു കാലപക്കം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ എക്സിക്യൂട്ടീവ് യോഗം ഈ ദിവസം ഈ വിവാദങ്ങൾ നിൽക്കുമ്പോൾ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത് യാദൃശ്യമായിട്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ അവിടെ സംസാരിച്ചു എന്നൊരു സൂചന എനിക്ക് ലഭിക്കുന്നു. അവിടെ പ്രധാനമായിട്ട് സംസാരിച്ച സൂചന എനിക്ക് ലഭിച്ചത്, മോഹൻലാൽ ആയിരുന്നെങ്കിൽ, ഇത്തരമൊരു നിലപാട് മോഹൻലാലാണ് എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്നുണ്ടാകുന്നു എന്ന കാര്യം അവിടെ ചർച്ച ചെയ്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത്രയൊരു ചർച്ച ഉണ്ടായി എന്നാണ് എനിക്ക് കിട്ടുന്ന സൂചന. ഇനി മറ്റൊരു നിലപാടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മോഹൻലാലിന് അയോധ്യയിലേക്ക് ക്ഷണിച്ചെങ്കിലും മോഹൻലാൽ അങ്ങോട്ട് പോയില്ല എന്ന് പറയപ്പെടുന്നു. മോഹൻലാൽ പോയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അതിൻ്റെ തിരക്കായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് മോഹൻലാലിനെതിരെ ഉണ്ടായിരിക്കുന്നത്. മോഹൻലാലിന് അവിടെ വിളിച്ചിട്ട് പോയില്ല എന്ന രീതിയിൽ സംഘികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ആക്രമണം ഉണ്ടാകുന്നു. ഇത്ര നാളും മോഹൻലാലിനെ വലിയ രീതിയിൽ പുകഴ്ത്തി പറഞ്ഞവർ ഒരു നിമിഷം കൊണ്ട് തിരിച്ചു പറയുന്ന നിലയിലേക്ക് വന്നു. എന്തിനാണ് ഇത്തരം ഒരു സൈബർ ആക്രമണം ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമ മലയക്കോട്ട വാലിബൻ 25-ാം റിലീസാകുകയാണ്. അവിടെ ഭീഷണി, ഈ സിനിമ കാണില്ല, ഈ സിനിമ ബഹിഷ്കരിക്കണമെന്ന ഒരു കമൻറ്റുകളാണ് മോഹൻലാലിൻ്റെ പേജിൽ ഉൾപ്പെടെ, അദ്ദേഹത്തിൻ്റെ ഓരോ ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഉൾപ്പെടെ കമൻറ്റുകളായി വരുന്നത്. ഇത്തരം ഇരട്ടത്താപ്പുകളാണ് ഇവിടെ ഈ അയോധ്യ പ്രശ്നത്തിൽ കാണുന്നത്. സൈബർ ആക്രമണം പല രീതിക്ക് നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം ചിത്രയുടെ നിലപാട്,
ഗായിക ചിത്രയുടെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ചിത്രയ്ക്കെതിരെയും വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായി. എന്നാൽ ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ CPM-ൻ്റെ ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെ ഉള്ളവർ അവരുടെ വിശ്വാസമാണെന്ന നിലയിലേക്ക് വരികയും ഒരു ഗായകൻ സൂരജ് രാജിവെക്കുകയും സംഘടനയിൽ നിന്ന് രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും എന്നാൽ വലിയ രീതിയിൽ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ ആരും സപ്പോർട്ട് ചെയ്യാത്ത നിലയിലേക്കും പോയി. ഇത്തരം ഒരു നിലപാടുകളാണ് ഇവിടെ ഉണ്ടാകുന്നത്. എന്നാൽ ഈ WCCയുടെ അംഗമായ രേവതി ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ് നടക്കുന്നത്. ആ ചർച്ച കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വിശ്വാസം അവരവരുടെ കാര്യമാണ്. എനിക്ക് എൻ്റെ വിശ്വാസം ഉണ്ടാവും, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസത്തിൻ്റെ ഇടയിൽ കയറി ഇടയ്ക്ക് കയറി രക്തം കുടിക്കുന്ന നിലയിലേക്ക് സൈബർ ആക്രമണം ഉണ്ടാകുന്നു. ഇതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂരിലുണ്ടായ ഒരു സംഭവം കൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം മോഹൻലാലിനെ പ്രധാനമന്ത്രി കൈ കൊടുക്കുമ്പോൾ മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ഒരു പടവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടായി. മമ്മൂട്ടിയെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരമുണ്ടായി. പിന്നീട് തൊട്ട് പിന്നാലെ മറ്റൊരു ഫോട്ടോ മമ്മൂട്ടി കൈ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ വന്നു. അപ്പോഴും ഈ സൈബർ ഇടങ്ങളിൽ നിന്നും പല രീതിയിലുള്ള പ്രതികരണം വന്നു. രണ്ട് നിലയിൽ കണ്ടുകൊണ്ടുള്ള പ്രതികരണമാണ് വന്നത്. ഈ രീതിക്കാണ് സൈബർ ആക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരം സൈബർ ആക്രമണം ഇവരോട് യോജിച്ചിരുന്നാൽ സംഖ്യകളോട് യോജിച്ചിരുന്നാൽ പൂർണ്ണ സപ്പോർട്ടും, ഇല്ലെങ്കിൽ അവരെ വലിയ രീതിയിലുള്ള ശത്രുത മനോഭാവത്തോട് കാണുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതാണ് മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും മോഹൻലാലിനെതിരെ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. രേവതി പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലേക്കും പോകുന്നു എന്ന നിലയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചൂടേറിയ ചർച്ചയിലേക്ക് തന്നെ പോകും. എനിക്ക് കിട്ടുന്ന മറ്റൊരു വിവരം WCCയുടെ ഒരു യോഗം ഈ മാസം ഇവിടെ കൊച്ചിയിൽ ചേരുന്നു എന്നൊരു വിവരം എനിക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കൃത്യമാണോ എന്ന കാര്യം നമ്മൾ പരിശോധിച്ച് വരികയാണ്. WCC പെട്ടെന്നൊരു യോഗം ചേരാനുള്ള തീരുമാനം, കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ചേരാനുള്ള തീരുമാനത്തിലേക്കും എത്തി എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്.